Hello guys, konnichiwa, genki desu ka? How are you? എന്നാണ് ലാസ്റ്റ് വീഡിയോ ജബരിമുടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടാകും. ഓ ഗൈസ്, ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ലല്ലേ, ഇതെൻ്റെ അമ്മേൻ്റെ ഫോണിലാണ്. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞു തരാം. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ മറന്നു, അത്ര വലിയ പേരാ. അപ്പം നിച്ചുക്കുണ്ണും ഉണ്ട്. പ്ലീസ് കം മാഡം. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണേ. 2 മണിക്കൂർ 2 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം 2 മണിക്കൂർ. അല്ല, ഇത്ര വലിയ സാധനം നോക്ക്. 2 സൈഡും കൊണ്ട് അങ്ങോട്ട് വെക്കണം. പിന്നെ ഇത് ഇവിടെ വെക്കുമ്പോഴേക്കും ഒന്നല്ല 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ആർക്കട്ടെ. അപ്പം ഞാൻ ചൂടെ സാധനം കാണും, സാധനം കാണും, ജപ്പാനി സാധനം കാണും. മാറ്റിവെക്ക്. ആ ഗൈസ് തീർക്കാം. അപ്പം ഞാൻ ഇത് കൂടെ വെച്ചപ്പോഴേ അത് താഴെ വീണു. പിന്നെ എടുത്ത് വെച്ചപ്പോഴേക്കും ഇത് താഴെ വീണ്. അപ്പം ഗൈസ് ഇതാണ്. ചൂടും കണ്ണടിച്ചിരുന്നോ ഇരിക്കുന്ന സാധനം. എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് കണ്ണടിച്ചൊക്കെ പറഞ്ഞു. എൻ്റെ കണ്ണടിക്കട്ടെ. സോ ഇത് മൈ മെലഡീൻ്റെ പറയണ്ട, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ. ഇത് ജപ്പാനിലെ സാധനമാണ്. പിന്നെ അതെ സെക്കൻഡ് തിങ്, വായിക്കാൻ പറ്റുമല്ലോ, കേട്ടാൽ ശരിയാവില്ല. പിന്നെ അതെ ഇത് എന്താണെന്നറിയാം, ഞാൻ മ്യൂട്ട്. സോ ഗൈസ് ആക്ച്വലി സോറി, ഇത് ബോക്സ് ആണ്. പിന്നെ ഇത് നമുക്കറിയാമല്ലോ എന്തൊക്കെയാന്ന്. പിന്നെ ഇത് ഒരു മിനിറ്റേ. പിന്നെ അതെ ഈ സാധനം കൂടെ ഉണ്ട്. മൈ വണ്ടർഫുൾ ഫേവറേറ്റ് സാധനമാണ്. ഇത് ലഞ്ച് ബാഗാണ്, ലഞ്ച് ബാഗ്. പിന്നെ ഒരു സിൻമറോണിൻ്റെ കിച്ചൺ ഉണ്ട്. അത് മാത്രമേ ഞാൻ നിച്ചുകൊണ്ട് കേൾക്കാൻ സമ്മതിച്ചത്. നിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കണമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഇത് ഭാഗ്യമാണ്. സോ ഇങ്ങനെ ഇരിക്കണം ഞാൻ കാണിച്ചത് എന്തൊക്കെ വിട്ടാൻ നോക്കി. പിന്നെ എൻ്റെ അച്ഛൻ ഇതെല്ലാം മോശമാണ് മേടിച്ചത്. മോശം എന്ന് വെച്ചാൽ എൻ്റെ ആൻറ്റി. ഇത് ജപ്പാൻ. ഇതെനിക്ക് ഡാഡ മിന്നീസോന്ന് മേടിച്ചു തന്നെ. എൻ്റെ പൊന്നെ എന്തൊക്കെ വിട്ടാൻ നോക്കിയത് എയർ ഫ്രഷ്നർ എന്നാണ്. പിന്നെ മറ്റേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലഷി പിങ്ക് ആൻഡ് ബ്ലൂ. നിച്ചുകൂടെ മാറിക്ക് ഈ കൊച്ചി. ഗൈസ് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് അതെവിടെ ഇത് മറ്റേ ബ്രഷ് വെക്കാനുള്ള സാധനമാണ്. അപ്പം എന്തിനാണ് ഞാൻ ഇത് മേടിച്ചെന്നറിയോ? ബ്രഷ് മേടിച്ചു ഞാൻ ഫോർ ദ ഫസ്റ്റ്. ഇത് ഞാൻ നെച്ചുകൊണ്ട് വേണ്ടി മേടിച്ചതാണ്. ഇത് ഗുഡ് ലക്ക് ചാർമാണ് ആക്ച്വലി. ഗൈസ് എന്തൊക്കെ വെച്ചാൽ നോക്കിയേ. സോ ഗൈസ് നമുക്ക് നിച്ചുകൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കാം. ഇതാണ് ആക്ച്വലി ചെന്ത്. ഓക്കെ നിച്ചുകൂടെ റെഡി. ഫസ്റ്റ് തന്നെ ഞാൻ വലിയ സാധനം കാണിച്ചു തരാം. ഇത് വീട്ടിൽ കൊണ്ടൊന്നും അല്ല കേട്ടാ. ഓക്കെ കണ്ടോ, എന്ത് എഴുതിയിട്ടുണ്ട് നോക്കിക്കോ. ഇത് കണ്ട ഇങ്ങനെയുണ്ട്. ചൂടെ ഇത് 3ാമത്തെ പ്രാവശ്യം. ചൂടെ എന്തോ ഒരു കുഴപ്പമുണ്ട് ഫോണിന്. ബട്ട് കണ്ണടിച്ചല്ലേ ഇപ്പോഴും ഇരിക്കണത്. എന്താ പ്രശ്നം എന്നറിയോ? ഇത്ര നേരമായിട്ട് കണ്ണു നോക്കിയില്ല. ഇതാണ് കുഴപ്പം. അപ്പം അതെ കണ്ണോർത്തുള്ള പാർക്ക്. ഇത് കൊള്ളാട്ടോ. ഇത് പെൻസിൽ ബോക്സ് ആണ് ആക്ച്വലി. ഇതെന്തെന്ന് വെച്ചേക്കണേ എനിക്കറിയോ. ഞാൻ ജപ്പാനിൽ താമസിക്കണാടാ. പറയങ്ങോട്ട് എവരിവൺസ് ഫേവറേറ്റ്. നമുക്ക് തുറന്നു എന്ത് എക്സൈറ്റ്. ഇതെനിക്ക് ബാക്ക് ടു സ്കൂളിന് വേണ്ടി സ്റ്റെപ്സ് ആണ്. കണ്ടേ വീഡിയോയിലെ ഉണ്ടായില്ലേ എന്ത് പൈസ കിട്ടി. എന്നെ കാണിക്കണേ പെൻസിൽ ബോക്സ്. ഞാൻ പൊട്ടിക്കട്ടെ. എൻ്റെത് ഞാൻ പഴയത് തന്നെയാട്ടോ വെച്ചാണ്. എന്താ ആമിക്ക് കാര്യം പിടിവെച്ചിട്ടാ. ഇതൊരു സീക്രട്ടാണ്, പ്രൈവറ്റ് ആണ്. നമ്മളുടെ ഫോളോസ് അറിയാൻ പറ്റില്ല. നമ്മൾ ഫാമിലി ആണെന്ന് എനിക്കറിയാം. ബട്ട് ഇത് ആക്ച്വലി ആകെ എനിക്ക് മാത്രമേ കാശ് എനിക്ക് ബാഗ് മാത്രം മേടിക്കാനുള്ളൂ. എന്തൊക്കെ നോക്കിയേ. തിരിച്ചു ഓ ഗായ്സ് നമുക്കിത്
കിറ്റിയിലൊക്കെ ഹലോ കിറ്റി വരെ ഉണ്ട്. ഹലോ കിറ്റി ഇഷ്ടപ്പെട്ടാ? ഇതിനിങ്ങനെ പുറത്തോട്ട് എടുക്കാം. ഷാർപ്നർ വരും തന്നു നമുക്ക്. നോക്ക്, എനിക്ക് എടുക്കാൻ പറ്റും. ഓ, എടാ എന്നെ കാണിക്കടേ, പിടിക്ക, ഞാൻ എടുത്തോട്ടെ. അടുത്ത സാധനം കമ്മിങ് അപ്പ്. ഞാനിത് ഇതൊക്കെ നോ വേ. എനിക്ക് നോട്ട്ബുക്ക് ഒന്ന് കാണണം. ഇത് സ്കൂളിൽ കൊണ്ടുപോവോ? എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റൂ? ഇല്ല, പറ്റൂല. ഇന്നെന്തിനും വെച്ച് എനിക്കറിയാം, പക്ഷെ ഞാൻ അതും കൊണ്ടുപോകാൻ പോവാ. ഇല്ല, ആൾക്കാരെടുക്കൂ, അതാണ് കുഴപ്പം. പക്ഷെ ഗേൾസിന് അവർ നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ? പക്ഷെ കണ്ടോ എന്ത് ക്യൂട്ടാന്ന് നോക്കി. അപ്പം നമുക്ക് വീട്ടിൽ ഹോംവർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ഇതെന്തിനാന്ന് മനസ്സിലായിട്ടുള്ള നോക്കി എന്തൊരു സാധനമാണ് നോക്കട്ടെ. ഫയലാണോ ഇനി അത്? നല്ല സന്തോഷം എനിക്ക്. ഇതൊരു കാര്യം. എടാ എന്നെ കാണിക്കട്ടെ, തലയും കുത്തിയിരിക്കണവനുണ്ട്. സോറി ഗൈസ്, ഫസ്റ്റ് ഫോട്ടോഗ്രാഫർ. അല്ല, ഫയല് പോലെ ഉണ്ട്. പക്ഷേ പൊട്ടിക്കലടാ, അതിലൊന്നും ഇല്ല. വേറെ എന്തെങ്കിലും ആണോ നോക്കാലോ? വേറെ 2 ഷീറ്റോ 3 ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ? അപ്പൊ എന്നോട് പിടിച്ച ഞാൻ ചെയ്യാം. ഇത് ചെയ്ത് വരുമ്പോഴേക്ക് 2 കൊല്ലാകും. പ്ലീസ് ഞാൻ ചെയ്തോ. പിന്നെ ചെയ്യാം, ഞാൻ ചൂടും പോയിട്ട് ചെയ്തോളാം. ഇതാണ് പെൻസിൽസ് തുറന്നില്ല. നോക്കിയത് ഗൈസ്. പിന്നെ വേറെയും ഉണ്ട് കേട്ടോ. ഇത് സെയിമാണോ? അല്ല, ഇത് ഹലോ കിറ്റി ആണ്. എന്തൊരു ബർത്ത്ഡേക്ക് കൊടുക്കാമല്ലോ. ജൂൺ 2. അതിന്റെ സ്കൂൾ എന്നെ കാണിക്കടേ, തടി മുത്ത് വെക്കില്ലേ. പിന്നെ ഇത് ലഞ്ച് ബാഗിന് പെർഫെക്റ്റ് ആണ്. ലഞ്ച് ബാഗ് ഒക്കെ വെച്ചിട്ട് അതെന്റെ ഫേവറേറ്റ്. കണ്ടപ്പോ എങ്ങനെയാണെന്ന് അറിയാം. നോക്കി, but I already see that. No, just kidding. നിങ്ങൾ ഇംഗ്ലീഷ് കണ്ട? You already saw that. Seed അല്ല, soda. It's my mistake, sorry. ഇത് തുറക്കാൻ ഭയങ്കര പാടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവാണ് ഇതിനു വേണ്ടി. പക്ഷെ ഇത് ഡബിൾ ക്യാപ്പാണ്. നമ്മൾ തണുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ വെക്കാനും പെർഫെക്റ്റ് ആല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. കേട്ടോ, അടുത്തത് നമുക്ക് എന്ത് തുറക്കാം? ലാസ്റ്റ് സാധനം ഗേൾസ്, അല്ല ഇത് ലാസ്റ്റ് അല്ല, മറ്റേ ബ്രേസ്ലെറ്റ് കൂടെ. ഇതൊന്ന് പിടിച്ചേ. ഇത് എൻ്റെ അമ്മേനെ ഡാഡേനെ തുറക്കാൻ പോലും സമ്മതിച്ചില്ല. ഗേൾസ് അവിടെ ദുബായിൽ പോയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹർ ലൈക്ക് ഇൻ 20. Cute guys. Okay, so cute. എന്തിനാ തിരിച്ചെത്തി വെക്കണേ? സോ ഗൈസ്, നമ്മൾ ഫൈനൽ ഐറ്റമാണ്. ആ കണ്ടുപിടിച്ചിട്ട് ഞാൻ റെസ്റ്റ് ഓഫ് ദി വീഡിയോ എടുക്കാം. ഓ ഗൈസ്, വൺ ഓഫ് ദി തിങ് ഞാൻ മറന്നുപോയി. നോക്കിയേ, ഇതുകൊണ്ട് ഇത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. പെൻസിൽ ടോപ്പറാണ്. എന്നുവെച്ചാൽ പെൻസിൽ ഇങ്ങനെ പൊട്ടിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധനമാണിത്. എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ എല്ലാവരും കാണുന്ന എല്ലാവരും ജെല്ലസ് ആയിരിക്കും എന്നറിയാം. ഗേൾസ് ആണെങ്കിൽ എസ്പെഷ്യലി ഗേൾസ്. ഗൈസ്, ഇവിടെ ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ ബോംബെന്നല്ല, വെറും ബോംബല്ല, ഭീകരൻ ബോംബാ. പൊന്നെ, ബാക്കി പാടാനായിരുന്നു, കിട്ടിയില്ല. ഇത് ഇങ്ങനെ വെക്കാൻ പറ്റും. കളേഴ്സ് ഏത് കളറാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ?
ഗൈസ് ഇത് ആക്ച്വലി കളേഴ്സ് ആണ്. ഞാൻ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കണ്ടുവല്ല എടേ എന്തിനാണ് എല്ലാം എടുത്ത് തിരിച്ചു വെക്കണത്? അപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ എല്ലാം കൂടി ഞാനിത് തിരിച്ചു വെക്കാൻ പോവാം. ഗൈസ് ഞാനിത് ബ്രേസ്ലെറ്റ് കണ്ടുപിടിച്ചിട്ട് ബാക്കി ഇഷ്ടത്തെ വീഡിയോ എടുക്കാം. എന്ന് വെച്ചാൽ കട്ടിയുള്ള ഡെപ്പോസിറ്റ് ആണല്ലോ. പറന്ന് നോക്ക് ഗൈസ്, ഇത് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നു. എന്നിട്ട് എൻ്റെ എന്തായിരുന്നു ബാഗിൽ എവിടെയും ഞാൻ ഒട്ടിച്ചു വെക്കും. ഇത് ഇയറിങ്സ് ആണെന്ന് എനിക്ക് ഇല്ലാണ്ട് സംശയമില്ല ഗൈസ്. ബാഗിൽ നോക്കിയ ഇത് ഇയറിങ്സ് ആണോ? അതതിന്റെ മറ്റേ സ്റ്റാപ്ലർ അടിച്ചേക്കണം മറ്റേ സാധനം. അത് തന്നെ. അയ്യോ കളർന്ന് ഞാൻ എല്ലാം എടുത്തു വെച്ച്. എന്നാലും ഇത് തീർന്നു പോകണ്ടായിരുന്നു. ഏത് അത്ര ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി നമുക്ക് ബ്രേസ്ലെറ്റും ആകാൻ പറ്റൂട്ടോ. അത് കണ്ടോ ടൈറ്റ് ആകാനായിട്ട് എന്ത് ക്യൂട്ടാ. എൻ്റെ പൊന്നു സിനിമ നോക്കിയേ. ആ നോക്കിട്ടാ എൻ്റെ ബാഗ് ടാമിനെ പോലെ നല്ല കാര്യം. സിനിമ റോളാണ്. ഗൈസ് ഞാൻ സാധനം എടുത്തിട്ട് വരാം. ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം. ഗൈസ് ആക്ച്വലി ഞാൻ ഇവള് ഇങ്ങനെ കൊടുത്തപ്പോഴേക്കും അവൾ എടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അപ്പോൾ എന്ത് പറ്റിയെന്നറിയാം, ഓണിങ്ങനെ അറിയണം ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടത് അവളെ വഴക്ക് പറഞ്ഞ് അത് പൊട്ടിച്ചാന്ന് പറയും. അത് നല്ല ഉറപ്പാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ മാറ്റി. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം. പിന്നെ അത് മാത്രമല്ല എന്തോന്നു ഇതിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ അതെനിക്ക് കിട്ടുന്നുണ്ടായില്ല ഇതിങ്ങനെ വേണ്ടെന്ന്. അപ്പം എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പോൾ കോഴ്സ് നോക്കി. ഇത് സ്റ്റാൻഡബിളും ആകും. പിന്നെ ഇങ്ങനെയാണ് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുക. പിടിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ടേബിളിലോ എങ്ങനെയെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വെക്കാം. ഇത് ഇരിക്കുമോ അറിയില്ല. എൻ്റെ ഉറപ്പിൽ ഇരിക്കുമെന്നാണ്.